എവരിവൺ വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് നബാട്ടി. കുറച്ച് ദിവസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ എന്തുകൊണ്ട് സിനിമകളൊന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ സിനിമകൾ ഞാൻ പലപ്പോഴും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് പറയാനുള്ളൊരു എനർജി എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ റീസെൻ്റ്ലി, അതായത് സ്പെസിഫിക്കലി ഇന്നലെ ഞാൻ തുടരും കണ്ടു. ഓൾറെഡി തുടരിനെ കുറിച്ച് ചിലപ്പോൾ ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ റെസ്പോൺസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് എനിക്ക് എങ്ങനെയാണ് ഇത് ഫെൽറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് എ റിവ്യൂ, ബട്ട് ജെനുവിൻലി എനിക്കിത് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ഒരു റിവ്യൂ പറയുന്നത് പോലെ എനിക്കിത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് ഐ എം ലിറ്റിൽ ബിറ്റ് ഇമോഷണൽ. കാരണം എനിക്ക് സാധാരണ ഞാനിങ്ങനെ നടന്മാർ അല്ലെങ്കിൽ നടികൾ എന്നുള്ളത് നമുക്കൊരു ഇമോഷനാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും നമുക്കതൊരു താരാരാധന എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് പറഞ്ഞു വെക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ മോഹൻലാൽ ഈസ് വെരി വെരി പേഴ്സണൽ എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൂമെന്റ് ഇല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു റിയലൈസേഷൻ തന്നെയായിരുന്നു ഈ ഒരു മൂവി. എല്ലാവർക്കും മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ്. എത്രയൊക്കെ നമ്മൾ മോഹൻലാൽ എന്നുള്ള നടനെ നമ്മളിപ്പോൾ പല റീസെൻ്റ്ലി കുറേ സിനിമകൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത് ആ നടനോടുള്ള ഇഷ്ടമില്ലായ്മയല്ല, ഇഷ്ടം കൂടുതലാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാൻ തുടരും വേണ്ടി വന്നു എന്നുള്ളതാണ്. First of all, I want to thank Tarun Murthy for giving me our ലാലേട്ടൻ back. അല്ലെ, ആ ഒരു ലാലേട്ടനെ തിരിച്ചു തന്നതിലുള്ള സന്തോഷം തന്നെയാണ് തുടരും എന്നുള്ള സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയാം. നമ്മൾ കാണാൻ കൊതിച്ച നമ്മുടെ ലാലേട്ടനെ നമ്മൾ വീണ്ടും കണ്ടൊരു പടം. ആസ് എ ഹോൾ ഈ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് കം അക്രോസ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 2 കൊല്ലത്തെ ഞാൻ പടങ്ങൾ പറയാം. ഈ 2 കൊല്ലത്തെ പടങ്ങൾ എടുത്താൽ കഴിഞ്ഞാൽ പോലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് തുടരുമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ഹാപ്പിയായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. പല പടങ്ങളും ഇറങ്ങുമ്പോൾ നമ്മൾ പല രീതിയിൽ ആ സിനിമയെ കണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു ഷോട്ട് ഉണ്ട്, ആ ഷോട്ടിൽ മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഒരു സിനിമ പ്രേമി എന്നുള്ള നിലയിൽ തിയേറ്ററിൽ നിന്ന് വല്ലപ്പോഴും തന്നെ പറയണം, അങ്ങനെ കിട്ടുന്നൊരു മൂമെന്റ് ഉണ്ട് നമുക്ക്. ആ ഒരു മൂമെന്റ് ആയിരുന്നു സത്യത്തിൽ തുടരും എന്ന് പറയുന്നത്. ഈ സത്യത്തിൽ പറയാൻ വാക്കുകളില്ല. എനിക്കിത് സത്യത്തിൽ ലാലേട്ടന്റെ മാത്രം മൂവിയായിട്ട് പറയണമെന്നില്ല കേട്ടോ. പക്ഷെ ലാലേട്ടനോടുള്ള ഇഷ്ടം കൂടുതലാണോ എന്താണെന്നറിയില്ല, എനിക്ക് തുടരും എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പെർഫോമൻസ് കൊണ്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കൊണ്ടും ഒരു പടം നമ്മളെ അങ്ങോട്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ സിനിമയുടെ മാജിക്ക് നമ്മൾ കാണുക പറയുന്നത് അത് തുടരുമിലുണ്ട്. ഇതിലുള്ള ഒരു കിടിലം പോലത്തെ വില്ലൻ ഉണ്ട്. കിടിലം പോലത്തെ വില്ലൻ എന്ന് പറഞ്ഞാൽ കിടിലം വില്ലൻ, ലാലേട്ടന് പറ്റിയ വില്ലൻ അങ്ങനെ പറയില്ല നമ്മളെ. അതും പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കുന്ന വില്ലൻ, ആക്ഷൻ കൊണ്ടല്ല, അയാളുടെ എന്താ പറയുക സ്വാഗ് കൊണ്ടല്ല, അയാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ബോഡി കൊണ്ടല്ല, അയാളുടെ ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നു ദൃശ്യത്തിലായിരിക്കണം നമ്മൾ ലാലേട്ടൻ അവസാനമായിട്ട് ഇതുപോലെ കണ്ടിട്ടുണ്ടാവുക. ദൃശ്യത്തിൽ പോലും കാണാത്ത കുറേ ലാലേട്ടൻ്റെ നമ്മൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്നും നോക്കണ്ട, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ആരുമായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിറയും. ശരിക്കും തരുൺ മൂർത്തി എന്നുള്ള ഒരു ഫാൻ ബോയ് മേക്ക് ചെയ്ത ചിത്രം പലപ്പോഴും ഈ ഫാൻ ബോയ്സിന്റെ കയ്യിലെത്തുമ്പോൾ ഈ ഒരു നടനെ കിട്ടുന്ന സമയത്ത് അവർ ചെയ്യുന്നൊരു മാജിക് ഉണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കാണാം. ലാലേട്ടൻ്റെ കരിയർ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തുടരും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് അയാൾ മലയാളത്തിൽ തുടരും എന്നുള്ളത്. അല്ലെങ്കിൽ അത് പറഞ്ഞു വെക്കാൻ ശരിക്കും ആരുടെ ആവശ്യമൊന്നും വേണ്ട. പക്ഷേ നമ്മൾ കുറേ ആളുകൾക്ക് മിസ് ചെയ്ത് പോയൊരു ലാലേട്ടനുണ്ട്. പലപ്പോഴും ഈ യങ് ജനറേഷനിലേക്ക് വരുമ്പോൾ കുറേ ആളുകൾ പറയാറുണ്ട് ഇയാളുടെ കഴിവൊക്കെ പോയോ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പോവത്തില്ല. ഹീ ഈസ് സ്റ്റിൽ എ ലെജൻഡ്. അത് ആർക്കും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ലെജൻഡാണ് എന്നുള്ളത് ഈ മൂവി കാണിക്കുന്നുണ്ട്. ശോഭന മാമൊക്കെ ആയിട്ടുള്ള ഒരു കോംബോ ഉണ്ട്, ആ പാട്ടുണ്ട്, ജെക്സ് ബിജോയുടെ ഒരു മ്യൂസിക് ഉണ്ട്, അത് എലിവേറ്റ് ചെയ്യുന്ന ഓരോ സീൻസുകളുണ്ട്. തുടരും ഈസ് എ പ്യുവർ മാജിക്. നിങ്ങൾ എമ്പുരാനിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരു ലാലേട്ടൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ എമ്പുരാനിൽ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തുടരുമിൽ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ദിസ് ഈസ് മലയാളം സിനിമ, ദിസ് ഈസ് അവർ ലാലേട്ടൻ. സോ തിയേറ്ററിൽ പോയി കാണാം. ഐ എം വെരി മച്ച് ഹാപ്പി.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നി? ഇതൊരു റിവ്യൂ പാറ്റേൺ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അതാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതേപോലെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.